പോയ കാലങ്ങളെല്ലാം എടുത്തു നോക്കിയിട്ട് നിരത്തി വെച്ചിട്ട് അതിൽ ഏറ്റവും മികവുള്ള, കുറഞ്ഞ തൻ്റെ ഇളം പ്രായത്തിൽ തന്നെ ഇത്രയേറെ കരുത്തുള്ള ഒരു പാട്ടുകാരനായിട്ട് നിവർന്നു നിന്ന ഒരു പാട്ടുകാരന്റെ പേര് ചോദിച്ചാൽ ഇന്ന് ഈ 2025 വർഷത്തിൽ ചോദിച്ചാൽ അതിനൊറ്റ ഉത്തരം എല്ലാവരും പറയുള്ളൂ, അത് വേടൻ എന്നാണ്. ഇന്നത്തെ തലമുറയുടെ ഭാഗ്യമാണ് വേടൻ. വേടന്റെ ശബ്ദം ഇന്ന് അലയടിക്കുമ്പോൾ അത് നേരിന്റെ ശബ്ദമാണ്. വേടന്റെ ആശയത്തെ പേടിക്കുന്നവരാണ് വേടനെതിരെ കല്ലെറിയുന്നത്, വേടനെതിരെ സമരം ചെയ്യുന്നത്, വേടനെതിരെ യുദ്ധം വെട്ടുന്നത്. അവരാണ്. വേടന്റെ ആശയത്തെ അവർ ഭയപ്പെടുന്നു. കാരണം വേടൻ പറയുന്ന ആശയം സത്യമാണ്, അത് നിലനിൽക്കുന്ന സത്യം തന്നെയാണ്. ഇവിടെ ജാതി മത ഭേദമന്യേ എല്ലാവരും വേടന്റെ പാട്ടുകളെ ഇഷ്ടപ്പെടുന്നു. കാരണം വേടൻ പറയുന്നതിൽ നേരുണ്ടെന്ന് അവർക്ക് നല്ലതുപോലെ അറിയാം, മനസ്സിലാക്കുന്നു. അവർ മനസ്സിലാക്കുന്നു. വേടന്റെ ഓരോ പാട്ടുകളും എടുത്തു നോക്കൂ. അദ്ദേഹം അധികം ലക്ഷോപലക്ഷം പാട്ടുകളൊന്നും ചെയ്തിട്ടില്ല, കുറച്ച് പാട്ടുകൾ മാത്രമേ അദ്ദേഹം പാടിയിട്ടുള്ളൂ. പക്ഷെ ആ പാട്ടുകൾ, ആ കവിതകൾ നല്ലതുപോലെ മനുഷ്യന്റെ വേദനയെ നല്ലതുപോലെ വിവരിച്ചു കാണിക്കുന്നുണ്ട്. വേടന്റെ വരികൾക്ക് മൂർച്ചയുണ്ട്, അതിന് തീയുണ്ട്. ആ തീ ആർക്കും കെടത്താൻ സാധ്യമല്ല. വേടന്റെ വരികൾ എടുത്തു നോക്കൂ, ആ കവിതകൾ എടുത്തു നോക്കൂ. ഓരോരോ രാജ്യങ്ങളിലും അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുമായിട്ടൊക്കെ നടക്കുന്ന സംഭവങ്ങളാണ്, നിത്യവും നമ്മൾ കാണുന്ന സംഭവങ്ങൾ. ഒരുപക്ഷെ ഇന്ന് കണ്ട് നാളെ മറന്നു പോകുന്ന വിഷയങ്ങൾ എല്ലാം വേടൻ തൻ്റെ കവിതകളിൽ, തൻ്റെ വരികളിൽ ചേർത്ത് വെക്കുന്നു. ഒരു സൂചിയിൽ കോർത്തെടുക്കുന്ന മുത്തുപോലെ അത് വലിയൊരു മാല പോലെ ആക്കി തീർക്കുകയാണ് തൻ്റെ കവിതയിലൂടെ. സത്യമാണ് മനുഷ്യന്റെ വേദന എല്ലായിടത്തും ഒരുപോലെയാണടോ. അതാണ് വേടൻ ഇവിടെ പാടുന്നത്. ആ സത്യത്തെ എങ്ങനെയൊക്കെ മൂടി വയ്ക്കാൻ ശ്രമിച്ചാലും സത്യം വെളിച്ചം പോലെയാണ്, അതിങ്ങനെ ഉയർന്നു തന്നെ വരും. അതിനെ ആർക്കും മായ്ക്കാൻ സാധ്യമല്ല. ഒരു ഇരുട്ട് മുറിയിലും ആ വെളിച്ചത്തെ ഇട്ട് പൂട്ടാൻ സാധ്യമല്ല. അതാണ് വേടന്റെ ശബ്ദം. വേടനെ ഒരിക്കലും നിശബ്ദനാക്കാൻ സാധിക്കില്ല. നമുക്ക് ഒരുപാട് പാട്ടുകാരുണ്ട്. അവരുടെയൊക്കെ പാട്ടുകൾ നമുക്ക് ഇഷ്ടമാണ്. പക്ഷെ വേടൻ പാടുന്ന ആ റാപ്പ് സംഗീതത്തിന് ഇത്രയധികം ജനങ്ങൾ അത് സ്വീകരിക്കാൻ കാരണം വേടൻ പറയുന്ന ആശയത്തെ അവർക്ക് മനസ്സിലാവുന്നു, അവർക്ക് ഉൾക്കൊള്ളാൻ സാധിക്കുന്നു. അവർ ആ സത്യത്തിനൊപ്പം നടക്കുന്നു, കൈപിടിച്ച് മുന്നോട്ട് പോകുന്നു. അതാണ് അതിൻ്റെ ശരി. അല്ലെങ്കിൽ ഇത്രയധികം ഈ ചെറിയ പ്രായത്തിൽ തന്നെ വേടനെതിരെ ഇത്രയധികം ആളുകൾ രംഗത്ത് വരാനായിട്ട് കാരണം എന്താണ്? വേടൻ പറയുന്ന ആശയം അവരെയൊക്കെ അസ്വസ്ഥരാക്കുന്നു, അതല്ലേ? അതാണ് അതിന്റെ ശരി. ഒരുപാട് പാട്ടുകാരുണ്ട്, അവര് രാഷ്ട്രീയമൊന്നും പറയാതെ പാട്ടുകൾ പാടി അവര് ആ നൈസായിട്ട് ഇങ്ങനെ ഒരു സൈഡിൽ കൂടി മുന്നോട്ട് പോവുകയാണ്. കാരണം അവർക്കറിയാം ഈ തരം വിഷയങ്ങളൊക്കെ കൈകാര്യം ചെയ്താൽ ചിലപ്പോൾ അവർക്ക് പണി കിട്ടുമെന്ന് അവർക്കറിയാം. അത് കാരണം കുറേ പാട്ടുകാരുണ്ട്, നമുക്ക് ഒരുപാട് പാട്ടുകാരുണ്ട്. ശാസ്ത്രീയമായിട്ട് സംഗീതം പഠിച്ചവരുണ്ട്, അല്ലാത്തവരുണ്ട്, അങ്ങനെയുള്ളവരുണ്ട്, ഒരുപാടുണ്ട്. പക്ഷെ അവർക്കൊന്നും ഇങ്ങനെ പറയാനുള്ള ധൈര്യമില്ല. ആ ധൈര്യം ഇവിടെ നമ്മുടെ ഹിരൺദാസ് മുരളി എന്ന വേടന് മാത്രമേ ഉള്ളൂ. വേടന്റെ പേരും സൂചിപ്പിക്കുന്നത് വേട്ടയാടപ്പെട്ടവനാണ് ഞാൻ, അതുകൊണ്ട് തന്നെ എൻ്റെ പേര് വേടൻ എന്നാണ്. ആ വേടനായ ഞാൻ ഈ സമൂഹത്തിന്റെ ഭാഗമാണ്. ഞാൻ ഈ സമൂഹത്തിൽ നിന്നുകൊണ്ട് ഞാൻ ഈ പൗരനായ ഞാൻ പൗരനാണ്. ഞാൻ എന്ന ഈ പൗരൻ ഈ സമൂഹത്തിൽ ഉയർന്നു നിന്നുകൊണ്ട് രണ്ടു കാല് ചവിട്ടി നിന്നുകൊണ്ട് ഈ മണ്ണിൽ നിന്നുകൊണ്ട് പാട്ടുകൾ പാടും. അത് ലോക ജനതയ്ക്ക് വേണ്ടിയിട്ടാണ്. എനിക്ക് മുന്നിലൂടെ നടക്കുന്ന ശബ്ദമില്ലാത്ത മനുഷ്യന്റെ ശബ്ദമായി ഞാൻ മാറുമെന്ന് വേടൻ പറയുന്നു. അത് സത്യമാണ്. സത്യത്തെ ഒരിക്കലും നമുക്ക് മായ്ച്ചു കളയാൻ സാധിക്കില്ല. അത് എത്ര മായ്ച്ചാലും ഇങ്ങനെ തെളിഞ്ഞു വരും. അത് ശരിയായിട്ടുള്ള വസ്തുതയാണ്. ആ വസ്തുത മനസ്സിലാക്കാതെ ഇനിയും കേസുകൾ വരും, ഒരുപാട് വരും കേട്ടോ. ഒരുപാട് കേസുകൾ വരും. വേടനെ ശത്രുപക്ഷത്ത് ഇങ്ങനെ തളച്ചിടാനായിട്ടൊക്കെ കേസുകളൊക്കെ നിരന്തരം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. പക്ഷെ എത്ര കേസുകൾ വന്നാലും വേടന്റെ ശബ്ദത്തെ ഇല്ലാതാക്കാൻ ആർക്കും സാധ്യമല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. അതിനൊരിക്കലും തകർക്കാൻ പറ്റില്ല. കാരണം ഒരാളുടെ ചിന്തയെ എങ്ങനെ വില കൊടുത്ത് മേടിക്കാൻ പറ്റും? ആർക്കും മേടിക്കാൻ പറ്റില്ല. പണം കൊടുത്ത് വീഴ്ത്താനാവില്ല, രാഷ്ട്രീയങ്ങൾ കൊണ്ട് വിലക്ക് മേടിക്കാനാവില്ല, അയാളെ പിച്ച് ചീന്താനാവില്ല. അയാള് ഇല്ലാതായാലും അയാളുടെ ആശയം ഇവിടെ തന്നെ നിലനിൽക്കും. അത് അനേകായിരം മനസ്സുകളിലേക്ക് പടരും. ആ മനസ്സുകളിൽ നിന്നും ഇനിയും പെയ്തു വീഴുന്ന കവിതകൾ ഉണ്ടാവും. ആ കവിതകളിലൂടെ ഈ ലോകം മുന്നോട്ട് പോകും, നേരിന്റെ ശബ്ദമായിട്ട് വളരും. അത് വളർന്നുകൊണ്ടിരിക്കും. ആ വളർച്ചയെ ഒരിക്കലും തകർക്കാനാവില്ല. വേരുപോലെ പടരും, മണ്ണിൽ ആഴത്തിൽ വളരും. അങ്ങനെ മുന്നോട്ട് പോകും. അപ്പൊ വേടൻ സത്യമാണ്. വേടന്റെ ആശയത്തെ ഭയക്കുന്നവര്, വേടന്റെ ആശയത്തെ കണ്ട് പേടിക്കുന്നവര് ഇനിയും നിറയെ പേടിച്ചുകൊണ്ടിരിക്കും. ആ പേടിയൊക്കെ അങ്ങനെ ഒടുങ്ങി പോവുകയുള്ളൂ. അത് വേടനെ തകർക്കാനുള്ള പേടിയായിട്ട് വളരില്ല. വേടൻ ഇവിടെ ഉയർന്നു നിൽക്കുന്ന ശബ്ദമാണ്. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ.